കാലചക്രം എത്ര വേഗത്തിലാണ് കറങ്ങിയോടുന്നത്. അന്നൊക്കെ റബീഉൽ അവ്വൽ പിറന്നാൽ മനസ്സിനുള്ളിൽ ഒരു മനോഹരമായ പെരുന്നാൾ കാലമായിരുന്നു. റബീഉൽ അവ്വലിന്റെ വരവറിയിച്ച നാടും നഗരവും പള്ളിയുമെല്ലാം വർണ്ണത്തോരണങ്ങളാലും ദീപാലങ്കാരങ്ങളാലും തിളങ്ങി നിൽക്കുന്ന ആ ദിനങ്ങൾ. പവിത്രമായ 12-ാം രാവിൽ പള്ളികളിൽ നിന്നും ഒഴുകിയെത്തുന്ന മൗലിദ് സദസ്സിന്റെ പുണ്യനിമിഷങ്ങൾ അന്ന് വായുവിൽ പോലും പ്രണയത്തിന്റെ സുഗന്ധമായിരുന്നു. 12-ാം പ്രഭാതത്തിലെ ആ തണുത്ത കാറ്റേറ്റ് പുലർച്ചെ തന്നെ കുളിച്ച് പുതുവസ്ത്രമണിഞ്ഞ് മദ്രസ മുറ്റത്തേക്ക് ഓടിയെത്തുന്ന ബാല്യം. കൈകളിൽ പച്ചക്കൊടികളേന്തി യാ നബി കീർത്തനങ്ങൾ ഉറക്കെപ്പാടി തെരുവുകളെ ധന്യമാക്കിയ ആ നബിദിന റാലികൾ. വഴിയോരങ്ങളിൽ പുഞ്ചിരിയോടെ മുതിർന്നവർ നീട്ടിയ മധുര പലഹാരങ്ങളുടെയും മിഠായികളുടെയും ഓർമ്മ മധുരം. ദഫ്മുട്ടിന്റെ നെഞ്ചിടിപ്പേറ്റുന്ന താളവും സായാഹ്നങ്ങളിൽ മദ്രസ മുറികളിൽ ഉയർന്ന മധുരമുള്ള പാട്ടുപരിശീലനങ്ങളും. ഓരോ നബിദിന രാവുകളുമായിരുന്നു ആ ഗ്രാമത്തിലേക്ക് പുതിയൊരു ഗായകനെയും നാവിന്റെ മധുരം കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന കൊച്ചു പ്രാസംഗികനെയും സമ്മാനിച്ചിരുന്നത്. പള്ളിയങ്കണത്തിൽ നാടൊന്നാകെ ഒരുമിച്ചിരുന്നു കഴിച്ച ആ അന്നദാനത്തിന്റെ സ്നേഹപുണ്യം. വേദികളിൽ തട്ടിത്തടഞ്ഞുപാടിയ ആ പഴയ പാട്ടുകളിലാണ് നമ്മുടെയൊക്കെ ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത്. മാഞ്ഞുപോകാത്ത മഞ്ഞുവീഴുന്ന ആ മധുരമുള്ള ഓർമ്മകളെ നമുക്ക് വീണ്ടും നെഞ്ചോട് ചേർക്കാം. നിങ്ങൾക്കേവർക്കും വോക്കൽ ഹബ്ബിന്റെ നബിദിനാശംസകൾ.